ഇന്ന് ഞാൻ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സാൻഡ്വിച്ചെന്നോ ഹോട്ട് ഡോഗെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. നമ്മൾ ഇന്നത്തെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല. ഈ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വലിയ 2 സവാള തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം, പച്ച കളറിലെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയും ക്യാപ്സിക്കവും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. പൊടികളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് ഇപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ സോസ് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഈ സവാളയുടെ മിക്സുമായിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കെച്ചപ്പ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കെച്ചപ്പ് നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം പനീർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഈ പനീർ കുക്ക് ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരിക്കൽ കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ പനീർ നമ്മൾ ഒത്തിരി വല്ലാതെ ഹാർഡായിട്ടൊന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ. തീരെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒത്തിരി ശക്തിയിൽ നമ്മളിത് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനി അടുപ്പിൽ നിന്ന് മാറ്റാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 4 ഇതുപോലത്തെ നീളമുള്ള ബൺ എടുത്തിട്ടുണ്ട്. ഇത് ഹോട്ട് ഡോഗ് ബൺസ് എന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ നേരത്തെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ബണ്ണുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ എങ്ങനെ ബണ്ണുണ്ടാക്കാമെന്ന്. അത് നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഞാനിപ്പോൾ ഇന്നത്തേക്ക് ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മിഡിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, വിട്ടുപോകരുത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ ഫില്ലിങ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം, ഫില്ല് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആ 3 ബണ്ണ് കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ 4 ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അടുത്തതായിട്ട് ഇവിടെ അടുപ്പിൽ കുറച്ച് വലിപ്പമുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബണ്ണുകൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡാക്കി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിനെയും തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒരു അല്പസമയം ഒരു 10-20 സെക്കൻഡ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ആ ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു നല്ല ഫ്ലേവർ വരാനും ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ട് ബണ്ണുകൾ കൂടി ഒന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ അത് പാനിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മയനൈസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഹെൽത്തിയുമാണ്, പനീറൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.